പത്തനംതിട്ട അടൂരിലെ സംസ്ഥാന സർക്കാർ ലോട്ടറിയുടെ അംഗീകൃത ഏജൻസിയെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ലോട്ടറി ഏജൻസി എടുക്കുമ്പോഴേ നമുക്ക് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനായിട്ട് നമ്മൾ മെമ്പറാവും. അപ്പം ഞാൻ AAPസിനകത്തിലായേക്കുന്നത്. ഓപ്പോസിറ്റ് ആണ് CIT എന്ന് പറയുന്നത്. അവരാണ് ഇപ്പോൾ ഒരു പണി തന്നിരിക്കുന്നത്. ഇവരിപ്പോൾ പറയുന്ന പോലീസ് മേധാവിക്ക് അന്വേഷിക്കാൻ കൊടുക്കുന്നത്. ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരും എന്നെ കോൺടാക്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ വേറൊരാൾ വിളിച്ച് വാട്സാപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾ നോക്കാം എന്താ പ്രശ്നം. അതാണ് ലൈസൻസ്. ഈ ലോട്ടറിയുടെ ഏജൻസി തുടങ്ങുന്ന സമയത്ത് AAPസിൽ നമ്പറാണ്. ഇതിപ്പോൾ CITയിലെ ആളാണ് നമ്മുടെ ഈ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ അധികം വരുന്നത് 10-15 ബമ്പർ. ആ ബമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് തൂക്കിയപ്പോൾ തന്നെ ആരോ CITന്റെ ഏതാണ്ട് യൂണിയൻ മെമ്പർ വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. നമ്മൾ ഇവിടെ ഇട്ട് വിറ്റ് വെറുതെ നഷ്ടം വരുന്നുണ്ടെന്ന് വിചാരിച്ചാണ് ഇവിടെ ഇട്ടോ. 15 ബമ്പറേ ഉള്ളൂ, വേറെ ഇവിടെ നിന്ന് ടിക്കറ്റേ ഇല്ലല്ലോ. 15 ബമ്പർ കണ്ടിട്ട് ഒന്ന് തൂക്കിയിട്ടു. ഇവിടെ ഞാനൊരു ഉച്ച സമയത്തായിരുന്നു, പിന്നെ അച്ഛൻ ചോണ്ടാൻ പോയി, മോനും ഇവിടെ ഇല്ലായിരുന്നു. അന്നേരം ഒരാൾ വന്നിട്ട് ടിക്കറ്റ് തൂക്കരുത് നിൽക്കുന്നത്. ഒറ്റ ദിവസമാണ് ഞാനിവിടെ കച്ചവടം ചെയ്തുകൊണ്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, നിന്റെ പേരും ഇതെല്ലാം ന്യൂസിനകത്ത് കാണിക്കുന്നതാണ്. അപ്പം ഞാൻ പറയട്ടെ, എനിക്കറിയത്തില്ല എന്ത് വിഷയം നടക്കില്ല, ഒന്ന് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഇതുപോലെ എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് കാണും. അല്ലാത്ത പക്ഷേ എന്നെ ഈ ലോട്ടറി വകുപ്പ് ചെയ്യുന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ ഇന്ന് ഈ ഒരു നിമിഷം വരെ എനിക്കൊരു കോളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ അറിയാതെ പുറത്ത് ന്യൂസുകാരും ഈ CITന്റെ അവരും തമ്മിൽ എന്തോ മനഃപൂർവ്വം ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്നെ ആരും വിളിക്കുന്നില്ല, അവരെന്റെ പേര് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുക. ഈ CITന്റെ ആളാണ് ഇവിടെ വന്ന് നമ്മളെനിക്ക് പറഞ്ഞത്. ഇത് എന്റെ ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു CITന്റെ ഒരു പ്രായമുള്ള ഒരു വ്യക്തി വന്നത് നോക്കാൻ വേണ്ടി വന്നു. അപ്പോൾ വേറൊരു വ്യക്തിയോട് ചോദിച്ചു, ഞാനിപ്പോൾ വന്ന എന്തിനാണെന്നറിയാമോ, ഇതുപോലെ ഇവിടെ ടിക്കറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ആയിരുന്നുകൊണ്ട് ഞാനിപ്പം പ്രശ്നം ഉണ്ടാക്കിയത്, ഇനാഗ്രേഷൻ നടത്താൻ സമ്മതിക്കത്തില്ല, ഞാൻ പരാതി കൊണ്ട് കൊടുത്തേക്കെന്നൊക്കെ പറഞ്ഞു. CITന്റെ ഒരു യൂണിയൻ മെമ്പറാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. പിന്നെ ഇതിനെക്കുറിച്ച് വ്യാഴാഴ്ചയാണ്, തിങ്കളാഴ്ച കൊടുക്കാൻ വ്യാഴാഴ്ചയാണ് ഞങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒരു ബമ്പർ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് ഒരു 15 ബമ്പർ അത് ഇവിടെ ഇരുന്നത് എങ്ങനെയും വിറ്റ് പോകാൻ വേണ്ടി നേരത്തെ ലോട്ടറി ഏജൻസി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഒരു 15 ബമ്പർ ഒന്ന് ഇട്ടു. അത് അവിടെ ആരാണ്ട് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണ് ഈ ഇഷ്യൂ പിറ്റേ ദിവസം വരുന്നത്. നമ്മൾ ഓഫീസിൽ നിന്ന് എടുക്കാതിരുന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ പുറത്തായി. ഞാനത് പുതുക്കിയിട്ട് പോലും ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കച്ചവടത്തെ അത് ബാധിച്ചോ? ഇല്ല, ബാധിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? നമുക്കത് ബാധിച്ചിട്ടില്ല. അതിനുശേഷം കൂടുതൽ കച്ചവടം കിട്ടിയിട്ടേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരൊക്കെ വൈറലാക്കി തന്നേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് ന്യൂസ് ചാനലൊക്കെ വന്നല്ലേ? അപ്പൊ ഒരു ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഫോട്ടോ എടുത്തേക്കാണ് പോയി. ഞാൻ ഉടനെ അവരെ വിളിച്ചു പറഞ്ഞു, പിന്നെ അടുത്ത് കടയിൽ ആൾ വന്നു, ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് പോയി, അവർ ടിക്കറ്റ് എനിക്ക് ആളിനെ അറിയാം. കാരണം ഞാൻ ഇവിടെ ഉള്ള ആളാ, എനിക്ക് ആളിനെ ശരിക്കറിയാം. ആ വന്ന ആൾ ഫോട്ടോ എടുക്കാൻ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ എന്റെ മുന്നേ വന്നത് ആദ്യം വന്ന ആളിനെ എനിക്കറിയാം. ആദ്യം ഫസ്റ്റ് വന്ന ആളിനെ എനിക്കറിയാം. അന്നേരം ഞാൻ അങ്ങനെ ചെയ്യുന്ന എന്തോ ഈ ടിക്കറ്റ് തൂക്കരുതെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും അവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം? നമുക്കൊരു പ്രശ്നമില്ല, നമ്മളൊരു പ്രശ്നമില്ല. ഒരു യൂണിയൻകാരുമായിട്ട് ഒരു വിഷയമില്ല. ഞാൻ ഈ ലോട്ടറിയുടെ ഏജൻസി തുടങ്ങുന്ന സമയത്ത് AAPസിൽ നമ്പറാണ്. ഇതിപ്പോൾ CITയിലെ ആളാണ് നമ്മുടെ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ലോട്ടറി ബിസിനസ് നിർത്താനുള്ള കാരണം എന്തോ? എനിക്ക് ചെറിയൊരു അപ്പോൾ അതിന് ഇരിക്കാനൊന്നും പറ്റില്ല. കുറച്ച് 3-4 മാസം റെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നിർത്തിയതാണ്. ഇപ്പം നമ്മളിപ്പോൾ മൊത്തത്തിലുള്ള അടൂർ ഏരിയ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക്? അന്നേരം നമുക്കിപ്പോൾ 3 കിലോമീറ്റർ ഇപ്പോൾ പറക്കോട് പുതിയ കാര്യമാണ് തുടങ്ങി. ഒരു 3 കിലോമീറ്റർ ഈ 3 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ അവർ പറഞ്ഞത് 10 കിലോമീറ്റർ ആണ്. ഇപ്പോൾ അവർ എല്ലാവർക്കും സ്റ്റോർ കൊടുക്കുമ്പോൾ അത്രയല്ലേ ഉള്ളൂ. അത് വേണ്ടപ്പെട്ടവർ നമ്മുടെ അടുത്ത് വന്ന് പറയാം. ഞാനിരിക്കുമ്പോൾ ഇവരാരും വരത്തില്ല. അമ്മി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വന്ന് പറയുന്നത്. ഞാൻ എന്നോടൊന്ന് പറയണം, ചേട്ടാ ഇതിവിടെ തൂക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞ് നമ്മൾ തൂക്കത്തില്ല. എന്നെ കണ്ടാൽ വരത്തില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വരുന്നതെന്ന് പറയുന്നത് ഞാൻ ആഹാരം കഴിക്കുമ്പോൾ എവർക്കാണ് എന്നെ നല്ലോണം അതുകൊണ്ട് അവർ എന്തൊക്കെ വരത്തില്ല. ഈ ലോട്ടറി ഏജൻസി എടുക്കുമ്പോഴേ നമുക്ക് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനായിട്ട് നമ്മൾ മെമ്പറാവും. അപ്പം ഞാൻ AAPസിനകത്തിലായേക്കുന്നത്. ഓപ്പോസിറ്റ് ആണ് CIT എന്ന് പറയുന്നത്. അവരാണ് ഇപ്പോൾ ഒരു പണി തന്നിരിക്കുന്നത്. നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ സാധനം എടുക്കുന്നു, വിൽക്കുന്നു. അതവർക്ക് ഇഷ്ടമല്ലായിരിക്കും, വേണ്ട, അത്രേ ഉള്ളൂ. നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു നറുക്കെടുപ്പ് രീതികളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ നറുക്കെടുപ്പ് ഇത് 100 ഗ്രാം വരുന്ന പാക്കാണ്. ഇതിൻ്റെ വില 40 രൂപ. ഇതിനകത്തൊരു കൂപ്പൺ ഉണ്ട്. ആ കൂപ്പൺ എടുക്കുക, എന്നിട്ട് അത് സ്കാൻ ചെയ്യുക, QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റയുടെ സൈഡിലോട്ട് പോകും. അപ്പോൾ ആരുടെ പേരാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പേര് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ ഈ കൂപ്പൺ അതൊരു കൂപ്പൺ കോഡുണ്ട്. ആ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ജസ്റ്റ് ഒരു ക്യൂസ് പോലെ ഒരു ചോദ്യം ചോദിക്കും, 1+1 എത്ര. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണെന്ന് വെച്ചാൽ അവിടെ ആൻസർ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഈ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും, ടെക്സ്റ്റ് മെസ്സേജ് വരും. അതിനകത്തിൽ യുവർ ടിക്കറ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞ് ഒരു 12 ഡിജിറ്റ് നമ്പർ ആക്കി വരും. അത് നമ്മളൊരു പേപ്പറിനകത്ത് എഴുതിയെടുക്കുക. എന്നിട്ട് വീണ്ടും അത് എൻ്റർ ചെയ്യുക, സെർച്ച് കൊടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ഈ രാത്രി എല്ലാ ദിവസവും രാത്രി 10:30 അപ്പം ദിവസേന 10 ലക്ഷം രൂപയാണ്
ഫസ്റ്റ് പ്രൈസ് വരും. അതുകൂടാതെ 100, 1000, 5000, 10000, 20,000, 20,000 25,000 എന്നിങ്ങനെ പ്രൈസുകളുണ്ട്. ബമ്പർ പ്രൈസ് വന്ന് 25 കോടിയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇവിടുന്ന് വലിയ തുക എത്ര അടിച്ചിട്ടുള്ളത്? ഇത് നമുക്കറിയാൻ പറ്റില്ല. അറിയാൻ പറ്റത്തില്ല. ഇതിപ്പം ഈ ഷോപ്പ് മാർക്കറ്റ് റോഡ്, അതൊരു മാർക്കറ്റ് റോഡ്, ശ്രീമൂലം കച്ചേരി ചന്ത എന്ന് പറയും. കച്ചേരി ചന്ത വൺവേ റോഡിലാണ് ഈ ഷോപ്പ് ഇപ്പം സ്ഥിതി ചെയ്യുന്നത്. ഈ വിവാദം കാരണം ഒരു ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരോടും വിദ്വേഷവും വിരോധവും ഒന്നുമില്ല. എല്ലാവരും വന്നിട്ട് കോച്ചേറ്റി വാങ്ങിക്കുക, ചായ കുടിക്കുക,